പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, മാർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാം തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത്: നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ. അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. നാം എല്ലാവരും ദൈവത്തോട് പലവിധ ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നവരാണ്. ചിലർക്ക് നല്ല ജോലി കിട്ടണം, ചിലർക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാകണം, ചിലർക്ക് ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ലഭിക്കണം, ചിലർക്ക് മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം, അവർക്ക് നല്ല ജോലി ലഭിക്കണം. ഇതൊക്കെയാണ് നാം നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നാം ചിന്തിക്കണം, ഇതെല്ലാം നമുക്ക് ആവശ്യമാണെന്ന് നമ്മുടെ സ്വർഗത്തിലുള്ള പിതാവിന് അറിയാമല്ലോ. അതെല്ലാം ദൈവം നമുക്ക് തക്ക സമയത്ത് തരികയും ചെയ്യും. ആ ചിന്തയും ബോധ്യവും വിശ്വാസവും പലപ്പോഴും നമ്മളിൽ കുറയുന്നത് കൊണ്ടാണ് ഭൗതിക കാര്യങ്ങൾക്കായി നാം നിരന്തരം ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ആദ്യം ക്ഷമിക്കുവാനാണ് യേശു ആവശ്യപ്പെടുന്നത്. നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആരോടെങ്കിലും നമ്മുടെ മനസ്സിൽ വിരോധം തോന്നുന്നുണ്ടെങ്കിൽ അവരോട് ക്ഷമിച്ചതിന് ശേഷം വന്ന് വേണം നാം പ്രാർത്ഥിക്കാൻ. യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുവാൻ യേശു പറയുന്നത്. അവിടെ ഒരു വ്യവസ്ഥ വയ്ക്കുന്നുണ്ട്. യേശു പറയുന്നത്, നമ്മുടെ തെറ്റുകൾ ദൈവം നമ്മോട് ക്ഷമിക്കണമെങ്കിൽ നമ്മെ വേദനിപ്പിച്ചവരോട് നാം ക്ഷമിച്ചേ മതിയാകൂ. ആ വ്യവസ്ഥ നാം പാലിക്കുമ്പോൾ മാത്രമാണ് നമ്മളുടെ തെറ്റുകൾ ദൈവം ക്ഷമിച്ച് നമുക്ക് ഐശ്വര്യവും സമാധാനവും സന്തോഷവും എല്ലാം നമുക്ക് ലഭിക്കുന്നത്. മത്തായി 6:15 തിരുവചനം പറയുന്നുണ്ട്, മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല. മത്തായി 6:33 യേശു പറയുകയാണ്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. നാം ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതിയുമാണ് അന്വേഷിക്കേണ്ടത്. എന്താണ് ദൈവരാജ്യം? റോമ 14:17 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. ഇപ്പോൾ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയുള്ള മനുഷ്യ ഹൃദയത്തിൻ്റെ ദാഹം തീർക്കാനായിട്ട് പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയുകയുള്ളൂ. റോമ 5:5 തിരുവചനം പറയുന്നു, ദൈവത്തിൻ്റെ സ്നേഹമാണ് പരിശുദ്ധാത്മാവ്. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. നാം ദൈവസ്നേഹത്തിൽ വളരുമ്പോഴാണ് നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. വിദ്വേഷവും വെറുപ്പും അഹങ്കാരവും എല്ലാം ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെടുത്തുന്ന ഘടകങ്ങളാണ്. നമ്മുടെ ഹൃദയത്തിൽ ദൈവസ്നേഹമാണ് വേണ്ടത്. നമ്മുടെ സ്നേഹം സ്വാർത്ഥത നിറഞ്ഞതാകാതെ നമ്മെ സ്നേഹിക്കുന്നവരെ മാത്രം നാം സ്നേഹിക്കാതെ നമ്മെ വേദനിപ്പിച്ചവരെയും നമുക്ക് സ്നേഹിക്കാനായിട്ട് കഴിയണം. ദൈവസ്നേഹമുണ്ടെങ്കിൽ യേശു ക്ഷമിച്ചതുപോലെ നമ്മെ വേദനിപ്പിച്ചവരോടും നമ്മെ നിന്ദിച്ചവരോടും കുറ്റം ആരോപിച്ചവരോടും നമ്മെ ഒറ്റപ്പെടുത്തിയവരോടും എല്ലാം നമുക്ക് ക്ഷമിക്കുവാനോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനോ നമുക്ക് സാധിക്കും. പരിശുദ്ധാത്മാവാണ് ക്ഷമിക്കുവാനുള്ള ശക്തി നമുക്ക് തരുന്നത്. നമ്മുടെ മനസ്സിലേക്ക് ദുഃഖത്തിൻ്റെ ഓർമ്മകൾ, നമ്മെ വേദനിപ്പിച്ച സംഭവങ്ങൾ, നമ്മെ മറ്റുള്ളവർ നിന്ദിച്ച വാക്കുകൾ എല്ലാം ഓർമ്മിപ്പിച്ച് തരുന്നത് നമ്മുടെ ശത്രുവായ പിശാചാണ്. ആരും രക്ഷപ്പെടാതെ നിരാശയിൽ മനുഷ്യരെ താഴ്ത്തുന്നതും സാത്താനാണ്. സാത്താൻ അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുകയാണ് എന്ന് 1 പത്രോസ് 5:8 തിരുവചനം പറയുന്നുണ്ട്. സാത്താൻ്റെ ലോകത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകാനാണ് അവൻ പരിശ്രമിക്കുന്നത്. ഒരുവൻ പോലും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്ന ദൈവത്തിൻ്റെ പദ്ധതിയെ തകിടം മറിക്കുവാനാണ് സാത്താൻ പരിശ്രമിക്കുന്നത്. അതിനാൽ നാം ജാഗരൂകരായിരിക്കണം. സാത്താൻ്റെ കെണിയിൽ പെട്ടുപോകരുത്. അസൂയയും വൈരാഗ്യവും സ്വാർത്ഥതയും അഹങ്കാരവും എല്ലാം സാത്താൻ തരുന്നതാണെന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകണം. നമുക്ക് അല്ലെങ്കിൽ ക്ഷമിക്കാൻ പറ്റുന്നില്ല എന്ന്
ഒരവസ്ഥ വരുമ്പോൾ നാം നോക്കേണ്ടത് കുരിശിലേക്കാണ്. യേശുവിനെ വേദനിപ്പിച്ച നാം ഓരോരുത്തരോടും യേശു ക്ഷമിച്ചു. മാത്രമല്ല പിതാവിനോട് നമുക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്തു. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.